മണ്ണാക്കി മാറ്റി. അവിടെയും ലക്ഷ്യം അട്ടിമറിച്ചു. ആ ഖബറിൽ കിടക്കുന്ന ശൈഖിനോട് പ്രാർത്ഥിക്കുക എന്നതിലേക്കാക്കി മാറ്റി. അപ്പൊ ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ആ ഖബറിൽ കിടക്കുന്ന ബദരീങ്ങളെ അല്ലെങ്കിൽ മൊഹീദ്ദീൻ ശൈഖ്, മമ്പുറം തങ്ങളെ എന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ശൈത്താൻ നന്മയുടെ ഒരു മൂടുപടം ഉപയോഗിച്ച് അവിടെ ശിർക്ക് സമൂഹത്തിൽ ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നത് വളർന്ന് വലുതായി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഈ വിഷയത്തിൽ ഞാൻ മുക്തനാണ്, ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം ഇന്നതാണ്, ഞാൻ അതിനെ പോവുള്ളൂ, അല്ലാതെ ഖബറിന്റെ അടുക്കൽ അവിടെ സുജൂദ് ചെയ്യാനും അവരോട് പ്രാർത്ഥിക്കാനും ഞാൻ പോവില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ നമസ്കാരവും നോമ്പും സക്കാത്തും സ്വീകരിക്കൂല. അപ്പൊ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഒന്നാമത്തെ വിഷയം ഈ വിശ്വാസത്തിൽ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ മായം കലരുക, ശിർക്ക് സംഭവിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? അതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഏത് പ്രവർത്തനങ്ങൾ ഇബാദത്തുകൾ ചെയ്യുമ്പോഴും അതിനൊരു തത്വമുണ്ട്. അതെന്താ? ഈ ഇബാദത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക എന്നത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിലൊന്നും കൂട്ടാനും പാടില്ല, ഒന്നും കുറക്കാനും പാടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചുവന്നു തൊടുത്ത മുഖവുമായി സഹാബത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, താങ്കളുടെ മുഖം വിവർണമായിട്ടുണ്ടല്ലോ, എന്തോ ഗൗരവപ്പെട്ട ഒരു കാര്യം ഞങ്ങളോട് പറയണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ താങ്കൾ വന്നത്, എന്താണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്? റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് ശേഷം നിങ്ങൾ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അഭിപ്രായ വ്യത്യാസം, മതത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവൂല എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞു, ഉണ്ടാവും, എനിക്ക് ശേഷം ഇവിടെ ഉണ്ടാവും. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മുൻകഴിഞ്ഞ സമുദായം 72 ആണെങ്കിൽ എന്റെ സമുദായം 73 ആവും എന്നാ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ ഒന്നിലുമില്ല എന്നാ പറയേണ്ടത്? ഞാൻ നിഷ്പക്ഷനാണെന്നാ പറയേണ്ടത്? എനിക്കിതൊന്നും സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയണില്ല, അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിനും ശ്രദ്ധിക്കണില്ല എന്നാണോ പറയേണ്ടത്? അല്ല. ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഉർ റാഷിദീനൽ മഹ്ദിയ്യീൻ, എന്റെയും എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ആ ചര്യ, ആ മാർഗം, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, അണപ്പല്ല് കൊണ്ട് അതിനെ കടിച്ചു പിടിക്കണം. അവസാനിപ്പിച്ച റസൂലുള്ളാഹി പറഞ്ഞു, ഇയ്യാകും മുഹ്ദസാത്തിൽ ഉമൂർ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഇതിലേക്ക് പുതുതായി ഇനി മതത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടണം, സൂക്ഷിക്കണം. ഒരു മൂർഖമ്പാമ്പിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നതിലേറെ ഗൗരവത്തിലാ പറഞ്ഞത്. കാരണം പുതുതായി വരുന്നതൊക്കെ ബിദ്അത്താണ്, ബിദ്അത്തൊക്കെ വലാലത്താണ്, അത് വഴികേടാണ്, അത് നരകത്തേക്കാണ്. ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല്, നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്ലാസ് പാല്, അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒറ്റിച്ചു കൊടുത്താൽ, അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? ആ വെള്ളത്തെ അതിന് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ ശുദ്ധമായ ആ പാലിനെ പുറംതള്ളിക്കൊണ്ടല്ലാതെ ആ വെള്ളത്തെ സ്വീകരിക്കാൻ കഴിയില്ല. ഉറപ്പല്ലേ കാര്യം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. ഇതാ ഇന്ന് നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇനി ഇതിലേക്കൊന്നും ചേരാനുമില്ല, ഇനി ഇതിൽ നിന്നൊന്നും എടുത്ത് ഒഴിവാക്കാനുമില്ല. റസൂലുള്ളാഹി മറ്റൊരിക്കൽ പറഞ്ഞു, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ ഒരു കാര്യം പോലും ഞാൻ നിങ്ങളെ അറിയിക്കാതിരുന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാമിൽ ഇനി ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്ന നിലയിൽ ഒരു കാര്യവും ഉൾപ്പെടാനില്ല. പൂർണ്ണമാണ്, സമഗ്രമാണ്, സമ്പൂർണമാണ്. ഇനി ഇതിലേക്ക് നമ്മളെ വക എന്തെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തിയാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഇസ്ലാമിലുള്ള സാധനം പുറത്തു പോകും, പുതിയത് കടന്നുകൂടും. ആ പാലിൽ നിറഞ്ഞു നിൽക്കുന്ന ഗ്ലാസ്സിലേക്ക് പച്ചവെള്ളം ഒഴിച്ചാൽ എത്ര ഒഴിക്കുന്നുവോ അതിനനുസരിച്ച് ശുദ്ധിയുള്ള പാല് പോവുകയും അവസാനം പച്ചവെള്ളമായി മാറുകയും ചെയ്യും. ഇസ്ലാം അതിലുണ്ടാവില്ല. ഇതേപോലെ ഇസ്ലാമിന്റെ സമ്പൂർണമായ ഈ നിയമസംഹിതയിലേക്ക് നമ്മുടേതായ നിർമ്മിതികൾ ഇനി എത്രത്തോളം വരുന്നുവോ അതിനനുസരിച്ച് യഥാർത്ഥ ഇസ്ലാം പുറത്തു പോവുകയും അവസാനം നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ചിന്തയിൽ നിന്ന് വന്ന ഒരു ഇസ്ലാം മാത്രമായി അവശേഷിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് രണ്ടാമത്തെ വ്യവസ്ഥ ശരിക്കും നോട്ട് ചെയ്തു വെക്കണം. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുക,
പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ മാത്രമേ ഞാൻ നമസ്കരിക്കുന്നുള്ളൂ, നോമ്പ് നോൽക്കുന്നുള്ളൂ, സകാത്ത് കൊടുക്കുന്നുള്ളൂ, ഹജ്ജ് ചെയ്യുന്നുള്ളൂ, ഇബാദത്തുകൾ ചെയ്യുന്നുള്ളൂ, പ്രാർത്ഥനകൾ നിർവഹിക്കുന്നുള്ളൂ. എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കണം. അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും ചെയ്താൽ പോരാ. ഈ ഞാൻ ചെയ്യുന്നത് ബിദ്അത്തല്ല, സുന്നത്താണ് എന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമായ കാര്യമാണ്. പക്ഷെ പലപ്പോഴും കാണാറുള്ളൊരു സംഗതി എന്താ പറയുക, ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ അതിന് ന്യായം പറയാറുള്ളത് നല്ലതല്ലേ, എന്താണ് നല്ലതല്ലേ. ഇപ്പൊ നബിയുടെ ജന്മദിനാഘോഷം എന്തിനാ വെറുതെ എതിർക്കണേ? അന്ന് നബിയുടെ മദ്ഹ് പറയല്ലേ, നബിനെ പരിചയപ്പെടുത്തല്ലേ, ആ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കല്ലേ, കുറച്ച് കൂടുതൽ ദിക്ർ ചെല്ലല്ലേ. എന്താ ഇതിലൊക്കെ ഉള്ള തകരാറ്? അത് ചിലപ്പോ സാങ്കേതികമായി നോക്കിയാൽ ചിലപ്പോ അത് ഇസ്ലാമികമായി പൂർണ്ണമായി യോജിച്ചു കൊള്ളണമെന്നില്ല എന്ന് വിചാരിക്കുക. എന്നാലും ഇതിന്റെ പേരിൽ ഇസ്ലാമിനെ പറ്റി റസൂലുള്ളാഹിനെ പറ്റിയൊക്കെ ഒരുപാട് പ്രഭാഷണം നടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ആളുകൾ കൂടുതൽ ഇസ്ലാമിനെ പറ്റി ചിന്തിക്കുന്ന ഒരു മാസമായി മാറുന്നു. അപ്പൊ കുറെ നന്മ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. എന്തിനാ ഇത് എതിർക്കുന്നത്? അങ്ങനെയും കുറെ ആൾക്കാർ നന്മ ചെയ്തോട്ടെ എന്നുള്ള ഒരു ലാഘവത്വത്തിലാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. നമസ്കാര ശേഷം റസൂലുള്ളാഹിന്റെ ചര്യ എന്താ? അല്പം അങ്ങോട്ട് മാറിയിരിക്കും, എന്നിട്ട് അവിടെ ഇരുന്ന് സ്വന്തമായി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലി 100 തേക്കും. പിന്നെ ആയത്തുൽ കുർസി ചെല്ലും, മുഅവ്വദത്തൈനി ചെല്ലും. അങ്ങനെ പല പ്രാർത്ഥനകളും റസൂലുള്ള ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലും. ഇതുപോലെ മറ്റുള്ളവരോടും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമസ്കാര ശേഷം പ്രാർത്ഥനയുണ്ട്. ഇതാണ് അതിന്റെ രീതി റസൂലുള്ള പഠിപ്പിച്ചത്. റസൂലുള്ളയുടെ നമസ്കാരത്തിന് ശേഷം, ഫറള് നമസ്കാരത്തിന് ശേഷം ഒരിക്കൽ പോലും റസൂലുള്ള അവിടെ ഇരുന്നു കൊണ്ട് കൂട്ടമായി ഒന്നിച്ച് റസൂലുള്ള പ്രാർത്ഥിക്കുകയും അതിന് കൂടെയുള്ളവർ ഉറക്കെ ആമീൻ പറയുകയും ചെയ്യുന്ന കൂട്ടപ്രാർത്ഥന ഒരിക്കലും രേഖപ്പെട്ടിട്ടില്ല, റസൂലുള്ള ചെയ്തിട്ടില്ല. പക്ഷെ ആളുകൾ പറയും, അറബി അറിയാത്ത ആളുകൾക്ക്, സ്വന്തം പ്രാർത്ഥിക്കാൻ അറിയാത്ത ആളുകൾക്ക് ഇമാമ് ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞാൽ അതിന്റെ കൂലി അവർക്ക് കിട്ടൂല, നിങ്ങൾ എന്തിനെ വിമർശിക്കുന്നത്? നല്ലതല്ലേ? ഇതാണ് എല്ലാത്തിൻ്റെയും അടിത്തറ, പറയുന്നതിൻ്റെ അടിത്തറ. അങ്ങനെ എല്ലാ കാര്യവും അനുവദിച്ചു കൊടുത്ത് ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ദീനിൽ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സംഗതികളും വർദ്ധിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ വന്ന വിദ്യാർത്ഥിനികൾ ഇതിൻ്റെ അടിത്തറ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ എല്ലാ തരം ബിദ്അത്തുകളെയും റസൂലുള്ള എതിർത്തിട്ടുണ്ട്. കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും. ചില ആൾക്കാർ പറയും നല്ലതല്ലേ, അങ്ങനെ നല്ല ബിദ്അത്ത് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. എല്ലാ സകല ബിദ്അത്തുകളെയും അതെല്ലാം നരകത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 കാര്യങ്ങൾ നിങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു മാനദണ്ഡമായിട്ട് പണ്ഡിതന്മാർ എണ്ണിയ 6 വിഷയം ഞാൻ ചുരുക്കി വിശദീകരിക്കാം. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒരു കാര്യം അത് ബിദ്അത്തിൽ നിന്ന് മോചിതമാകണം, അതിനെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. 6 കാര്യങ്ങൾ. ഒന്നാമത്തത് അതിന്റെ കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ കാരണം വളരെ പ്രധാനമാണ്. അതിന്റെ കാരണം എന്ത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ തഹജ്ജുദ് നമസ്കാരം നല്ലതാണ്. അതെപ്പോഴാ തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്? ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ, രാത്രി ഉറങ്ങിയിട്ട് അല്പം ഉറങ്ങി പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോഴാണ് അതിന് തഹജ്ജുദ് എന്ന ആ പേര് അതിന് വരുന്നത്. അത് നിസ്കരിച്ചാൽ നല്ലതാണ്. പക്ഷേ ഒരാൾ എന്ത് തീരുമാനിക്കുന്നു? റസൂലുള്ളയുടെ മിഅ്റാജ് യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം, അത് സംഭവിച്ച ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ഒരു പ്രത്യേക തഹജ്ജുദ് നിസ്കരിച്ച ആ പ്രത്യേക കൂലി കിട്ടും. മിഅ്റാജ് രാവിന് ഒരു പ്രത്യേക തഹജ്ജുദ് നിസ്കാരമുണ്ട്, അതുകൊണ്ട് ഇന്ന് നിസ്കരിച്ച പ്രത്യേകമായിട്ടൊരു കൂലി കിട്ടും എന്ന് പറഞ്ഞ് അവനൊരു പ്രത്യേക കാരണത്തിലേക്ക് ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ തഹജ്ജുദ് നിസ്കരിക്കുന്നതെങ്കിൽ അത് സുന്നത്തല്ല, അത് ബിദ്അത്താണ്. എന്തേ? തഹജ്ജുദ് നിസ്കാരം നല്ലതാണ്, പക്ഷെ എപ്പോഴേ നല്ലതല്ലാതായത്? അതിന്റെ കാരണം റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു വിഷയമായി പോയി എന്നതാണ്. മിഅ്റാജ് ദിനം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിനവും അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഇബാദത്തും റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതിലേക്ക് ഈ തഹജ്ജുദ് നിസ്കാരത്തെ ചേർത്ത് വെച്ചപ്പോൾ അത് ബിദ്അത്തായി മാറുന്നു. അപ്പൊ കാരണം ഒരു പ്രധാനമാണ്, ചെയ്യുന്ന കർമ്മം മാത്രമല്ല. അതേപോലെ തന്നെ രണ്ടാമത്തത് ഇനം, ആ ചെയ്യുന്ന കാര്യത്തിന്റെ ഇനം. ഇപ്പൊ നമുക്കറിയാം, ഉളൂഹിയ്യത്ത് അറുക്കാൻ നമുക്കൊരുപാട് ആടുമാടുകൾ അതിന് ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ എന്ത് ചെയ്യുന്നു? എൻ്റെ അടുത്തൊരു കുതിരയാണുള്ളത്, ഞാനൊരു കുതിരനെ ഇറക്കുന്ന പറഞ്ഞാലോ
ഇല്ല, അത് ശരിയല്ല. അത് ഇസ്ലാമികമായിട്ട് പുണ്യം കിട്ടൂല. കാരണം അവിടെ എന്താ അറിയോ,